കാടമ്പൂർ ആന്ധ്ര ഹോസ്പിറ്റലിൽ പഴയ ആന്ധ്ര ഹോസ്പിറ്റലിൽ ശിവാസ് തോന്നുന്ന കട അടുത്തേക്ക്. അപ്പൊ 23 വർഷമായിട്ട് എനിക്ക് ഷുഗറുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇൻസുലിൻ കുത്തിയുന്ന ആളാണ്. പോരാത്തത് വേരിക്കോസിന്റെ പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഞാൻ മെഡിക്കൽ സ്റ്റോക്സ് ഒക്കെ യൂസ് ചെയ്ത് എൻ്റെ വർക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കാടമ്പൂർ ക്ഷേത്രത്തിൽ പോകുന്ന വനിത CDS ചെയർപേഴ്സണായിരുന്നു നേരത്തെ അവർ കാടമ്പോഴത്ത് തൊഴാൻ പോകുമ്പോഴാണ് നമ്മളുടെ സ്ഥാപനത്തിനുള്ളിൽ ATM ഉണ്ടായി ക്യാഷ് എടുക്കാൻ വന്നതാണ്. അവരാണ് ഇരിക്കുന്നത് അവിടെ. അപ്പൊ അവരിൽ നിന്നാണ് എനിക്ക് ഈ സംഭവം കിട്ടിയത്. ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത് എന്തിനാണ് എനിക്കിൻ്റെ ഷുഗർ കുറെ കാലങ്ങളെ പല കമ്പനി ഉൽപ്പന്നങ്ങളെ ഉപയോഗിച്ച് ജ്യൂസായിട്ടും വെള്ളമായിട്ടും പൊടിയായിട്ടും എവിടെ എത്താൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം ഉപയോഗിച്ച് നോക്കിയത്. 10-14 ദിവസം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ക്രമേണ ഞാൻ 3 വർഷമായി ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ 3-4 മാസം ഞാൻ ഈ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇൻസുലിൻ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു. അങ്ങനെ വല്ലാതെ നിന്ന് 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ വെസ്റ്റേജിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് മാറി. പിന്നെ ഇപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം ഇതുവരെ ജലദോഷത്തിന് വരെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറാൻ പറ്റും വെസ്റ്റേജിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം. കുറച്ചുകൂടെ ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ പല കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നെറ്റ് വർക്ക് കുറെ ചെയ്ത ആളാണ്. പല കമ്പനിയിലും മാസങ്ങളായിട്ട് കേസ് കോളേജുകളായിട്ട് വർഷങ്ങളായിട്ട് കയ്യിൽ പോയി കാണാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്ന ജീവിതത്തിൽ സത്യം ചെയ്ത് ഞാൻ ഇതിലേക്ക് വന്നത് എൻ്റെ ആരോഗ്യത്തിന് മാത്രമാണ്. അതിൻ്റെ കൂടെ എനിക്ക് ഗുണം കിട്ടിയപ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ മൂത്ത മകൾക്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു. മൂന്നാമത്തെ മകൾക്ക് 18 വർഷമായിട്ട് അവസ്മാനത്തിന് പ്രശ്നം പരിഹരിച്ചു. ഇതൊക്കെ ഈ വെസ്റ്റേജിന്റെ സപ്ലിമെന്റാണ് ഞാൻ ആ തീരുമാനങ്ങളൊക്കെ. അതിൻ്റെ കൂടെ എൻ്റെ കടയിൽ ഒരു ചായ കുടിക്കാൻ വന്ന ആളായിരുന്നു അൻവർസാർ. അവൻ്റെ മകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു, ഉമ്മാക്ക് പ്രശ്നമുണ്ട്. അതൊക്കെ പരിഹരിച്ചപ്പോൾ അവന് നേരിട്ടു. അതേമാതിരി ഞാൻ സ്ഥിരം പള്ളിയിൽ പോകുന്നതിൻ്റെ കൂടെ നടത്തിയിരുന്ന ആളാണ് ഈ പ്രൈസാർ. അയൽവാസിയായിട്ട് മോഡിക്കാരൻ നല്ല ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എത്തുന്ന ഞാൻ ജ്യൂസ് കുടിക്കും. ജ്യൂസാണ് കൈമങ്ങ ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, അങ്ങനെ പല ജ്യൂസുകളും വാങ്ങി കുടിച്ച് ഇതിൻ്റെ ഷുഗർ നോർമലാണ്. അതിന് പക്ഷേ എണ്ണ അതൊക്കെ അവർ യൂസ് ചെയ്തു. പക്ഷെ എവിടെയൊന്നും ആദ്യം കുടുംബമാണ് ഞാൻ ഈ വെസ്റ്റേജിൽ വരുന്നത്. അതോടുകൂടി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഡിസ്കിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനും കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഡോക്ടർ അയൽവാസികളല്ല. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് അവരോട് ഈ സംഭവങ്ങൾ പറഞ്ഞു. ഒറ്റയ്ക്ക് ഏറ്റിട്ടില്ല. 1-2 മാസമൊക്കെ ഇത് കേൾക്കാൻ തയ്യാറായെന്ന് പറഞ്ഞാലും ഇന്ന് നാളായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയൊക്കെ നമ്മളെ ഓണർ ഗോതമ്പാൻസാരെ വീഡിയോസ് കേൾക്കുകയാണ്. ഇന്ന് രാവിലെയൊക്കെ എനിക്ക് പറയുകയാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും. പല സുഖങ്ങളൊന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അദ്ദേഹം പറയുന്ന പോലെ ഹിസ്റ്ററി നമ്മൾ ഈ ഓണർ ഒരു നല്ല ഹൈ ലെവൽ ഫാമിലിയിൽ താമസിക്കുന്ന അവര് അച്ഛൻ്റെ അച്ഛൻ, അമ്മൻ്റെ അച്ഛൻ, അവരുടെ ഫാമിലി മൊത്തം ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഗോതമ്പാശാല ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് ബിസിനസ് ചെയ്യണം. അത് അമ്മൻ്റെ അടുത്ത് അറിയിച്ചു. ഞാൻ എനിക്ക് ബിസിനസ് താല്പര്യം ഉള്ളത് അമ്മ. ഞാനിങ്ങനെ ജോലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തരുവാനല്ല, അത് നമ്മളുടെ രക്തത്തിലില്ല. നമ്മളെ രക്തത്തിലില്ല. നമ്മൾ ബിസിനസ്മാൻമാരല്ല. നമ്മൾ ജോലി ചെയ്താൽ ഈ ഗവൺമെന്റ് ജോലിയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അവിടുന്നാണ് അദ്ദേഹത്തിന്റെ മാറ്റം. ആ മാറ്റം എവിടെത്തി? കോടിക്കണക്കിന് ജനങ്ങളെ ഇടയിൽ ആരാധകരായി മാറിയില്ല. നമ്മളിവിടെ കാണുന്ന വെസ്റ്റേജിന്റെ ഉത്തരേന്ത്യയിലാണ് കാണുന്നത്. ഉത്തരേന്ത്യയിൽ ഓരോരുത്തരും അദ്ദേഹത്തിന് കൂട്ടിക്കണ രീതിയിലേക്ക് മാറി. കാരണം ഒരു കമ്പനിയിൽ വന്ന് ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ വെള്ളാക്കുണ്ടാക്കുന്നതാണ് പുസ്തകം. പക്ഷെ ഇവിടെ വന്ന് 3 കൊല്ലാരും 2 കൊല്ലാരും വെള്ളാക്കുണ്ടാക്കുന്നുണ്ടോ കേരളത്തില്? ഇത് വേണം എന്ന് ചിന്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേടല്ലാതെ ഒരാളെ മീറ്റ് ചെയ്താൽ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പറയാം നോക്കാം. അദ്ദേഹത്തിന്റെ മേഖലകൾ പോയതെന്നാണ്. കാരണം ഇത് പറയാനോ നിർത്തി വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വെസ്റ്റേജ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ജീവിക്കണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഉൽപ്പന്നമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി സോപ്പോ സർപ്പോ വിറ്റിട്ട് അതിന്റെ കമ്മീഷൻ വാങ്ങിക്കുന്ന കമ്പനിയുടെ വെസ്റ്റേജ്. ഇതിന്റെ വില മനസ്സിലാക്കാനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ബിസിനസ് ആയിട്ട് നിങ്ങൾ താല്പര്യത്തോട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10,000 രൂപന്റെ ഒരു സാധനം വാങ്ങി നിങ്ങൾ അയൽവാസിലേക്ക് കൊടുക്കുക. നിങ്ങളൊരു 6 മാസം ആയിക്കോട്ടെ,
ഒരു കൊല്ലം ഒരാളെ കിട്ടാനും നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതിന് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കണം ഒരു 10,000 രൂപയുടെ ഒരു കസ്റ്റമർ ആയിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളൂ. അതിലെനിക്ക് ഞാൻ ചെയ്യാൻ പറഞ്ഞാന്ന് പറഞ്ഞ ആളുണ്ട്, അവർ നിങ്ങൾ പിന്നെ മീറ്റ് ചെയ്യണതാണ് എന്ത് ഈ കമ്പനിയുടെ വാല്യൂ വലുപ്പം ഇതിന്റെ പ്രൊഡക്റ്റിന്റെ മൂല്യം അത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഒരു കസ്റ്റമർ ആയിട്ട് അവിടെ നിൽക്കുക. പക്ഷെ ബിസിനസ് ചെയ്യുന്നവർ ചുരുങ്ങിയത് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവന്റെ അയൽവാസികളും കുടുംബത്തിനും കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം പറഞ്ഞ ഒരു വീട് കൂടി ഉണ്ട്, കൈതയും കുതിരയും ഒരേ മുഖമാണ്. പക്ഷെ കുതിരനെ മാത്രമാണ് റേസിൽ ഓട്ടത്തിൽ മത്സരത്തിൽ കൊണ്ടിരിക്കുന്നത്, കൈതനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ കൈതക്ക് ബേക്കിൽ നിങ്ങൾ പോയതെന്നാണ് പറഞ്ഞു മനസ്സിലാക്കിയത്. കാരണം മടിയനായിട്ടും ഒന്നും ചെയ്യാൻ ചെയ്യാറില്ലാത്ത കുറെ ആളുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരാളെനിക്ക് മെസ്സേജ് അയച്ചതെന്നാണല്ലോ, ആളിവിടെ വന്ന് ഐഡിയ അടിച്ച് ഒരു സൂപ്പ് വാങ്ങിക്കൊണ്ടിരുന്നു. ഇന്നലെ വന്ന് 4 സൂപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3.4 PV ആണ്. അദ്ദേഹം ഇന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, ഇതിന്റെ ആപ്പിള് 300 കാണുന്നുണ്ട്, ആകെ സോപ്പിന് എത്ര അയക്കുന്നത് 300 അത് 300 കിട്ടിയതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ തയ്യാറാണ്, ഇതെന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷം. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ എന്റെ കുടുംബം, ഞാൻ എന്റെ ഫാമിലിനെ മുഴുവൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. പൈസ ചിന്തിച്ച് നിങ്ങൾ വരികയാണെന്ന് ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല. പൈസ അല്ലേ നമ്മുടെ ആവശ്യം, നമ്മുടെ ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ പൈസ. അപ്പൊ ആ രീതിയിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് നമ്മൾ വെസ്റ്റേജ്. കാരണം ഞാൻ ഒത്തിരി കമ്പനിയിൽ ഒരു പറയാനുള്ള 10